പാലക്കാട് ഒഴുകുന്നു. ബൈക്ക് റാലി പിടിക്കുമ്പോ അല്ലേ തോന്നുന്ന ഒരു വികാരമല്ല. പാലക്കാട് ഒഴുകുകയാണ്. പാലക്കാട് ആവേശം ഒട്ടും കുറവല്ല. അവിടെയും ത്രികോണ മത്സരമാണ് നടക്കുന്നത്. പാലക്കാട് മഞ്ഞ് പെയ്യുന്ന പോലെ മുകളിൽ താഴോട്ട് തോരണങ്ങൾ പെയ്യുന്നുണ്ട്. താഴെ ബൈക്ക് റാലി. ഇവിടെ കൈകൊട്ടിക്കളി, ഇവിടെ അല്ലാത്ത കളി, ഡാൻസ്, നൃത്തം, ജെൻസി വൈബ് എന്ന് പറഞ്ഞ ജെൻസികൾ ഇറങ്ങി ആഞ്ഞ് കളിക്കുന്ന ജെൻസി വൈബ്. ജെൻസി മാത്രമല്ല, നമ്മൾ നേരത്തെ ഇടുക്കിയിലെ മൈക്കിൾ ജാക്സൺ ചേട്ടനെ പോലെയുള്ളവർ പ്രായമുള്ള ചേട്ടന്മാരും പ്രായത്തെ പുല്ലുവില കൊടുത്തുകൊണ്ട് ആഞ്ഞ് കളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് ജെൻസികൾക്ക് അവരുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ കഴിയാത്ത കാഴ്ച നമ്മൾ കണ്ടു. അതാ ചേച്ചിമാര് എനിക്കൊന്നറിയോ, ജെൻസി മാത്രമല്ല, പ്രായഭേദമന്യേ ചേച്ചിമാരും മുത്തശ്ശിമാരും ഒക്കെ അമ്മമാരും സഹോദരിമാരും ഒക്കെ തന്നെ ഈ വൈബിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു അസാധാരണമായ വൈബാണ്. ഓട്ടോളം ഉയരുന്ന ആവേശ തിമിർപ്പിലാണ് ഇപ്പോൾ പാലക്കാട്. ഇപ്പോൾ കാണുന്ന കാഴ്ച എനിക്ക് തോന്നുന്നത് ഏത് മണ്ഡലമാണ്? പാലക്കാട്. എന്ത് മനോഹരമാണ് പാലക്കാട്. നീയാണ് പാലക്കാട്. ഓക്കെ, പാലക്കാട് കൊടി പാറുന്നു. തൊടുപുഴ ഞങ്ങൾ തൂക്കുമെന്ന് വിജയിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്, തൂക്കുമെന്നാണ് പറഞ്ഞത്. തിമിർപ്പ് അവിടെ വളരെ കൂടുതലാണ്. തൊടുപുഴയിൽ PJ ജോസഫിന്റെ മകൻ അപ്പു ജോസഫ് മത്സരിക്കുന്ന തൊടുപുഴയിൽ നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത്. ചേട്ടന്മാരും ചേച്ചിമാരും അടിപൊളി. ഒരുപക്ഷെ അടിപൊളി. നിവൃത്തി പിടിക്കും. അവിടെ മലപ്പുറം മണ്ഡലത്തിൽ നമ്മൾ പോയതാണ്. അവിടെ വലിയ ആവേശക്കാഴ്ച നമ്മൾ കണ്ടതാണ്. PK കുഞ്ഞാലിക്കുട്ടിയുടെ ചിത്രം കുലുക്കുന്നവർ ശ്രദ്ധിക്കുക. രാഷ്ട്രീയത്തിൽ ഇതിൽ വലിയ കൂടുതലൊക്കെ ഉണ്ടായിട്ട് കുലുങ്ങിയാണല്ല PK കുഞ്ഞാലിക്കുട്ടി. ഓക്കെ, മലപ്പുറം നിന്ന് കേരളത്തിലെ UDF സ്ഥാനാർത്ഥിയാണ് PK കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹം വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് പോയി. ചേട്ടന്മാരും ചേച്ചിമാരും പൊടിയാണ്. അവിടെ ഈ പറഞ്ഞത് ചെണ്ട, ബാൻഡ്, താളം, തകില്, കൊട്ട്, വട്ട്, മോണം എല്ലാം കൂടെ വായിച്ച് ഇതെല്ലാം പറഞ്ഞെല്ലാം ശരിയാണല്ലോ. നമ്മൾ റിപ്പീറ്റ് അടിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാകരുത് പ്രിയപ്പെട്ടവരെ. എനിക്ക് തോന്നുന്നത് ആഷ്മി നമുക്കൊന്ന് താളം പിടിക്കാൻ സമയമായി തോന്നുന്നു. വഴിമാറി കഴിഞ്ഞു. അപ്പോ ആവേശം പീക്കിലായി കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ഇത് നമ്മുടെ CM VD നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ഡാൻസ് എങ്ങനെയുണ്ട്? അമിതമായ അമൃതം മാത്രമല്ല നാട്ടിലെ നിർത്തണമെന്ന് വിളിച്ചു പറയും. കുഞ്ഞമ്മ ഓക്കെ, അവരാണ് കാശ്മീർ പഠിപ്പിച്ചത്. എനിക്ക് ഗുരുവിനെ ഇപ്പോഴും കിട്ടിയിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.